തൃശൂർ തൃപ്രയാറിൽ വാഹനം തടഞ്ഞ് 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരുടെ പണമാണ് നഷ്ടപ്പെട്ടുപോയത്. ഡോളർ മാറ്റി നൽകാമെന്ന് അറിയിച്ച് വിളിച്ചു വരുത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണം തട്ടിയെടുക്കുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. പറയൂ. ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തൃപ്രയാർ പൈനാത്ത് ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇത്തരമൊരു പണാപഹരണം നടക്കുന്നത്. കാറിന്റെ ചില്ലെല്ലാം തകർത്ത് മുളകുപൊടി സ്പ്രേ ചെയ്താണ് ഈ തട്ടിപ്പ് സംഘം അവരുടെ പക്കൽ നിന്ന് 16 ലക്ഷം രൂപ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു സംശയമുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രധാനപ്പെട്ട പാതയിൽ നിന്ന് ഈ ഒരു സംഘം ഈ പറയുന്ന ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തുക? അതൊരു മറ്റൊരു വഴിയാണ്, അവിടേക്ക് എന്തിനാണ് വന്നതെന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്, പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ തട്ടിപ്പിന് ഇരയായ ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പട്ടാമ്പി സ്വദേശികളായ 4 അംഗ സംഘമാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. 8ഓളം പേർ വന്ന് തങ്ങളെ ആക്രമിച്ച് ഒരു സിൽവർ കളർ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു ഇന്നോവ കാറിൽ കൊണ്ടുപോയി എന്നതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് ട്രേഡിങ്ങിന് കൊണ്ടുവന്ന പണമാണ് എന്നായിരുന്നു അവർ നൽകിയ മൊഴി. ഈ ട്രേഡിങ്ങിന് കൊണ്ടുവന്ന പണം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തതാണ്. ഈ പറയുന്ന പട്ടാമ്പിയിലെ വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റഫി ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തതാണെന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് കുഴൽപ്പണ സംഘം ഈ ഡോളർ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് കുഴൽപ്പണ സംഘം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ശേഷം ഈ പണം അപഹരിച്ച് അവർ കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഈ സംഘത്തെ സ്ഥിരം കുഴൽപ്പണം പൊട്ടിക്കൽ സംഘം, കൊട്ടേഷൻ സംഘമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് എന്നയാൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ, ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പറയുന്നത്. എന്തായാലും അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ എസ്.പിയും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ശേഷം പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാമെന്നൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പക്ഷേ ഈ ട്രേഡിങ്ങിനും ഡോളർ മാറ്റത്തിനും അടക്കമുള്ള പണം എങ്ങനെ ഇവിടെ എത്തി, അതും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. അതും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ വിളയൂർ പഞ്ചായത്ത് അംഗത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.